നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടക്കേക്കാട് പോലീസ് കസ്റ്റഡിയിൽ നിന്നും വധശ്രമ കേസ് പ്രതി ഓടി രക്ഷപ്പെട്ടു. പുന്നൂർകുളം സ്വദേശി ഷിഫാനാണ് കൈവിലങ്ങുമായി രക്ഷപ്പെട്ടത്. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അടിയന്തരമായി അറിയിക്കണമെന്ന് നിർദ്ദേശം. നിരവധി സ്ത്രീകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് വിൽപ്പന നടത്തിയ കേസ് പ്രതി അനന്തുവിന് ജാമ്യമില്ല. 70-ലേറെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ചിത്രങ്ങൾ സമ്മതമില്ലാതെ ശേഖരിച്ച് മോർഫ് ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്തെന്ന കേസിലാണ് റിമാൻഡിൽ കഴിയുന്ന പ്രതി അനന്തുവിന്റെ ജാമ്യാപേക്ഷ കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയത്. കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ അസ്തമിച്ചിട്ട് ഒരു വർഷം. CPIM സ്ഥാപക നേതാക്കളിൽ ഒരാളും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദൻ ഓർമ്മയായിട്ട് ഒരു വർഷം. ജനകീയ സമരങ്ങളുടെ മുന്നണി പോരാളിയായിരുന്ന VSന്റെ അസാന്നിധ്യം അടയാളപ്പെടുത്തിയ ഒരു വർഷം കഴിഞ്ഞു പോകുമ്പോൾ വിപുലമായ അനുസ്മരണ പരിപാടികളുമായി ഇടതുപക്ഷം. നിരക്ക് പരിഷ്കരണം, ബൈക്ക് ടാക്സി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്ത് ഇന്നു മുതൽ ഓൺലൈൻ ടാക്സി, കാർ ഡ്രൈവർമാർ അനിശ്ചിതകാല സമരം തുടങ്ങി. പണിമുടക്കിന്റെ ഭാഗമായി ഊബർ, ഓല, റാപ്പിഡോ, കേരള സവാരി കമ്പനികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ടാക്സികൾ ഓഫ്ലൈനാകുമെന്ന് പ്രഖ്യാപനം. വിശദമായ വാർത്തയിലേക്ക്. നിരവധി സ്ത്രീകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് വിൽപ്പന നടത്തിയ കേസ് പ്രതി അനന്തുവിന് ജാമ്യമില്ല. 70-ലേറെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ചിത്രങ്ങൾ സമ്മതമില്ലാതെ ശേഖരിച്ച് മോർഫ് ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്തെന്ന കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതി അനന്തുവിന്റെ ജാമ്യാപേക്ഷ കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. ജാമ്യാപേക്ഷയിൽ ഉത്തരവ് പ്രഖ്യാപിക്കാനിരിക്കെ കേസിലെ മറ്റൊരു ഇര കോടതി അനുമതിയോടെ കക്ഷി ചേർന്ന് എതിർപ്പ് ഹർജിയും 5 രേഖകളും സമർപ്പിച്ചിരുന്നു. ഇരയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബിബാസ് സി ബാബു ജാമ്യത്തെ എതിർത്തു. പ്രോസിക്യൂഷനും ജാമ്യത്തെ ശക്തമായി എതിർത്തു. പ്രതിയെ ജാമ്യത്തിൽ വിട്ടാൽ കുറ്റകൃത്യം ആവർത്തിക്കാനും തെളിവുകളിൽ ഇടപെടാനും പ്രദേശത്ത് ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ജാമ്യാപേക്ഷ നിരസിച്ചത്. CCTV ന്യൂസ് ഇമ്പാക്ട്. കുന്നംകുളം ടൗൺഹാൾ റോഡിന്റെ ദുരിതയാത്രയ്ക്ക് വിരാമം. നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. കുന്നംകുളം നഗരസഭാ ടൗൺഹാളിന് മുന്നിലെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിന്റെ ദുരവസ്ഥയെക്കുറിച്ച് CCTV ന്യൂസ് നൽകിയ വാർത്തയ്ക്ക് ഒടുവിൽ ഫലം. കാൽനടയാത്രക്കാരെയും ഇരുചക്ര വാഹനയാത്രക്കാരെയും ഓട്ടോ തൊഴിലാളികളെയും ഒരുപോലെ വലച്ച ടൗൺഹാൾ ലിങ്ക് റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾക്ക് തുടക്കമായി. നിർമ്മാണത്തിന്റെ ആദ്യഘട്ടമായി തകർന്ന റോഡ് പൊളിച്ചുമാറ്റുന്ന ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. തകർന്നടിഞ്ഞ റോഡിന് പകരം കട്ടകൾ വിരിച്ച് പുതിയ പാതയൊരുക്കാനാണ് നഗരസഭ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മെയ് 19-നാണ് കുന്നംകുളം ടൗൺഹാൾ റോഡ് ചളിക്കുളമായതും കാൽനടയാത്രക്കാരും ഇരുചക്ര വാഹനങ്ങളും നേരിടുന്ന ദുരിതവും ചൂണ്ടിക്കാട്ടി CCTV വാർത്ത സംപ്രേഷണം ചെയ്തത്. പുതിയ ബസ് സ്റ്റാൻഡിലേക്കും നഗരത്തിന്റെ മറ്റു പ്രധാന ഭാഗങ്ങളിലേക്കും എളുപ്പത്തിൽ എത്താൻ കഴിയുന്ന ഈ ലിങ്ക് റോഡിൽ മഴ പെയ്താൽ വലിയ ഗർത്തങ്ങളും വെള്ളക്കെട്ടും രൂപപ്പെടുന്നത് പതിവായിരുന്നു. വലിയ കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ ആഴമറിയാതെ ഇരുചക്രവാഹനങ്ങൾ മറിയുന്നതും കാൽനടയാത്രക്കാരുടെ വസ്ത്രങ്ങളിൽ അഴുക്കുവെള്ളം തെറിക്കുന്നതും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. കൂടാതെ ടൗൺഹാൾ പരിസരത്തെ ഓട്ടോ തൊഴിലാളികളുടെയും യാത്രക്കാരുടെയും വലിയൊരു ആവശ്യമായിരുന്നു ഈ റോഡിന്റെ അറ്റകുറ്റപ്പണി. CCTV ന്യൂസിന്റെ തുടർച്ചയായ വാർത്തകളും നാട്ടുകാരുടെയും ഓട്ടോ തൊഴിലാളികളുടെയും നിരന്തരമായ ആവശ്യവും പരിഗണിച്ചാണ് നഗരസഭ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടത്. നഗരസഭയുടെ തനതു ഫണ്ടിൽ നിന്നും തുക വകയിരുത്തിയാണ് റോഡ് നിർമ്മാണം നടത്തുന്നത്. കൂടുതൽ ഈടുനിൽക്കുന്ന രീതിയിൽ കട്ടകൾ വിരിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതോടെ പ്രദേശത്തെ യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരമാകും. വടക്കേക്കാട് പോലീസ് കസ്റ്റഡിയിൽ നിന്നും വധശ്രമ കേസ് പ്രതി ഓടി രക്ഷപ്പെട്ടു. പുന്നൂർകുളം സ്വദേശി ഷിഫാനാണ് കൈവിലങ്ങുമായി രക്ഷപ്പെട്ടത്. ഇയാളെ മെഡിക്കൽ പരിശോധനയ്ക്കായി വടക്കേക്കാട് ഹെൽത്ത് സെന്ററിലേക്ക് കൊണ്ടുപോയതായിരുന്നു. പുന്നൂർ റോഡിൽ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് പോയത്. കറുത്ത മുണ്ടാണ് ധരിച്ചിരിക്കുന്നത്. പ്രതിയെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ 0487 254 2390 എന്ന നമ്പറിൽ അറിയിക്കണം. തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ ഓപ്പറേഷൻ തണ്ടറിൽ ചാരായവുമായി പ്രതി അറസ്റ്റിൽ. തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നടന്ന റെയ്ഡിൽ 5 ലിറ്റർ ചാരായം കൈവശം വെച്ചതിന് തെക്കുംകര മേപ്പാടം വെട്ടിയാറ വീട്ടിൽ മോഹൻദാസിനെയാണ് അറസ്റ്റ് ചെയ്തത്.
സ്പെഷ്യൽ സ്ക്വാഡിലെ പ്രിവന്റീവ് ഓഫീസർ TJ രഞ്ജിത്തും സംഘവും ചേർന്നാണ് മേപ്പാടത്ത് നിന്നും ഉച്ചതിരിഞ്ഞ് 5 മണിയോടെ പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KM സജീവ്, പ്രിവന്റീവ് ഓഫീസർ K ലത്തീഫ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജോ ജെറിൻ, CJ റിജോ, ബിബിൻ ചാക്കോ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ K അമിത, പ്രിവന്റീവ് ഓഫീസർ ഡ്രൈവർ VG ഗിരീഷ് എന്നിവരും ഉണ്ടായിരുന്നു. നിരക്ക് പരിഷ്കരണം, ബൈക്ക് ടാക്സി അവസാനിപ്പിക്കലടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്ത് ഇന്നു മുതൽ ഓൺലൈൻ ടാക്സി, കാർ ഡ്രൈവർ അനിശ്ചിതകാല സമരം തുടങ്ങി. പണിമുടക്കിന്റെ ഭാഗമായി ഊബർ, ഓല, റാപ്പിഡോ, കേരള സവാരി കമ്പനികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ടാക്സികൾ ഓഫ്ലൈൻ ആകുമെന്നാണ് പ്രഖ്യാപനം. ന്യായമായ നിരക്ക് പരിഷ്കരണം, ബൈക്ക് ടാക്സി അവസാനിപ്പിക്കൽ തുടങ്ങി 11 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. മുമ്പ് പ്രതിഷേധിച്ചപ്പോൾ പരിഹാരമെന്ന നിലയിൽ വർദ്ധിപ്പിച്ച തുക കമ്പനികൾ പിൻവലിച്ചതോടെയാണ് സമരത്തിനിറങ്ങിയത്. രേഖാമൂലം ഉറപ്പുവേണമെന്നാണ് പ്രതിഷേധിക്കുന്നവരുടെ ആവശ്യം. രാവിലെ കാറുകൾ കൂട്ടത്തോടെ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഓഫ്ലൈൻ ആക്കിയാണ് പ്രതിഷേധിക്കുക. ഇതോടെ ഓൺലൈൻ ക്യാബുകളെ ആശ്രയിക്കുന്ന നിരവധി പേർ പ്രതിസന്ധിയിലാകും. കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ അസ്തമിച്ചിട്ട് 1 വർഷം. CPIM സ്ഥാപക നേതാക്കളിൽ ഒരാളും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദൻ ഓർമ്മയായിട്ട് 1 വർഷം. ജനകീയ സമരങ്ങളുടെ മുന്നണി പോരാളിയായിരുന്ന VSന്റെ അസാന്നിധ്യം അടയാളപ്പെടുത്തിയ 1 വർഷമാണ് കഴിഞ്ഞുപോയത്. തലനരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തലനരക്കാത്തതല്ല എന്റെ യുവത്വവും. കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണ് എന്റെ യൗവനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയേറ്റുവാങ്ങി പാർട്ടിയും മുന്നണിയും കിതയ്ക്കുമ്പോൾ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നവർ അതിനു വഴിയായി VSന്റെ പോരാട്ടങ്ങളിലേക്ക് കൂടിയാണ് വിരൽ ചൂണ്ടുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ക്യാമ്പയിനർ എന്ന നിലയിൽ നിന്ന് പ്രായാധിക്യം കൊണ്ട് VS പിന്മാറിയിരുന്നുവെങ്കിലും മരണശേഷവും VS രാഷ്ട്രീയത്തിന് പ്രസക്തിയേറുന്നതാണ് ഇപ്പോൾ കാണുന്നത്. പാർട്ടി നേതാവായും പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും ജനങ്ങൾക്കിടയിൽ നിറഞ്ഞുനിന്ന VSന് ജനകീയ പോരാട്ടങ്ങൾ ഏറ്റെടുക്കാൻ പ്രായം ഒരു തടസ്സമായിരുന്നില്ല. ആ മാനിഫെസ്റ്റോയിൽ പറയുന്നത് ഒരു ഭരണമായിരിക്കും ഞങ്ങൾ കാഴ്ചവെക്കുന്നത് എന്നാണ്. എനിക്കുണ്ടായ ചിരിക്ക് അവസാനമുണ്ടായില്ല. തന്റെ യൗവനകാലത്ത് അതിഭീകരമായ ലോക്കപ്പ് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന VSന് പാവപ്പെട്ടവന്റെ അവകാശ പോരാട്ടങ്ങൾ ഏറ്റെടുക്കാൻ പ്രായാധിക്യത്തിലും രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നിട്ടില്ല. പരിസ്ഥിതി വിഷയങ്ങളിലും സാധാരണക്കാരെയും തൊഴിലാളികളെയും ബാധിക്കുന്ന വിഷയങ്ങളിലും മുഖം നോക്കാതെ സമരമുഖങ്ങളിൽ അഗ്നി പടർത്താൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യം മാത്രം മതിയായിരുന്നു. ഉള്ളത് പറഞ്ഞാൽ കള്ളികൾ ഇരിക്കുമെന്ന് മാത്രമല്ല, കള്ളന്മാരും ദേഷ്യപ്പെടുമെന്നാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത്. ദുരിതപൂർണമായ ജീവിത സാഹചര്യങ്ങളോട് പടപൊരുതി പുന്നപ്രയുടെയും വയലാറിന്റെയും സമര പാരമ്പര്യങ്ങളുമായി കമ്മ്യൂണിസ്റ്റ് ജീവിതം ആരംഭിച്ച VS തന്റെ മരണം വരെ താൻ ഉയർത്തിയ രാഷ്ട്രീയത്തിനായി നിലകൊണ്ട വ്യക്തിത്വമായിരുന്നു. 2025 ജൂലൈ 21 തന്റെ 101 വയസ്സിലാണ് VS വിടവാങ്ങിയത്. എട്ടു പതിറ്റാണ്ടിലേറെ നീണ്ട സമരജീവിതത്തിന്റെ തിരശ്ശീല താഴ്ത്തി VS വിടവാങ്ങിയെങ്കിലും അദ്ദേഹം ഉയർത്തിയ രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ പോരാട്ട ചരിത്രവും എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദനങ്ങൾ. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് മിനി നഗറിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. തെരുവുനായ കൂട്ടത്തിന്റെ ആക്രമണത്തിൽ നിന്നും 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ ക്രിസ്വിൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. വീട്ടിൽ നിന്നും കളിക്കാനായി പുറത്തിറങ്ങിയ ക്രിസ്വിന് നേരെ റോഡിലുണ്ടായിരുന്ന തെരുവുനായ്ക്കൾ കൂട്ടമായി കുരച്ചുകൊണ്ട് പാഞ്ഞടുക്കുകയായിരുന്നു. ഭയന്ന കുട്ടി തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് ഓടിക്കയറിയതിനാലാണ് കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. പ്രദേശത്ത് തെരുവുനായ്ക്കളുടെ ശല്യം കാരണം കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു.
കാൽനടയാത്രക്കാരും ഇരുചക്ര വാഹന യാത്രികരും ഭീതിയിലാണ്. നായശല്യത്തിന് അടിയന്തര പരിഹാരം കാണാൻ അധികൃതർ ഉടൻ ഇടപെടണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. മകനെ ഇന്നലെ 5 മണിയാകുമ്പോൾ നായ്ക്കൾ പഠിക്കാനായിട്ട് ഓടി. അവൻ കളിക്കാനായിട്ട് നായ്ക്കൾ 4-5 നായ്ക്കൾ ഓടിയിട്ട് വന്നപ്പോൾ അപ്പോൾ ഓടിയിട്ട് അവനെ നമ്മളെ പേപ്പറിൽ ഓടി വീട്ടിൽ കയറി വാതിലടച്ചു. അത് കാരണം കടിച്ചില്ല. 4-5 നായ്ക്കളുണ്ടായിരുന്നു. മകനെ ഇപ്പോൾ ഇന്നലെ ഓടിയിട്ട് അങ്ങനെ പിള്ളേരെ ട്യൂഷന് പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ നായ്ക്കൾ ഓടിയിട്ടുണ്ട്. നമ്മുടെ അറിയിച്ചിട്ടുണ്ട്, പഞ്ചായത്ത് അതൊന്നും അറിയിച്ചിട്ടുണ്ട്. ഒരു നടപടി. മന്നലാകുന്ന് സർവീസ് റോഡുമായി ബന്ധിക്കുന്ന AKG റോഡിലെ വെള്ളക്കെട്ട് ദുരിതത്തിന് 3 വർഷമായിട്ടും പരിഹാരമായില്ല. പരിഹാരം കാണാൻ കഴിയാതെ അധികൃതർ. മഴ കനത്തതോടെ 28 വീടാണ് വെള്ളത്തിലായത്. സർവീസ് റോഡിൽ നിന്നും വെള്ളം വരുന്നത് തടയാൻ നാട്ടുകാർ 1/2 ലക്ഷം രൂപ ചെലവിട്ട് AKG റോഡ് ഉയർത്തിയെങ്കിലും ഫലം കണ്ടില്ല. വെള്ളക്കെട്ട് പരിഹരിക്കാൻ സർവീസ് റോഡും കാനയും ഉയർത്തുമെന്ന് NH അധികൃതർ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ആദ്യം കാന പണിയുന്നതിനു പകരം റോഡ് ഉയർത്തി ടാറിട്ടു. ഇപ്പോൾ പലയിടത്തും കാനയില്ല. സർവീസ് റോഡിലെ വെള്ളക്കെട്ട് ഇല്ലാതായപ്പോൾ AKG റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. നിർമ്മാണ കമ്പനി മന്നലാകുന്ന് AKG റോഡിന്റെയും പരിസരത്തെ വീടുകളിലെയും വെള്ളക്കെട്ട് ഒരു മോട്ടോർ വെച്ച് കാനയിലെ വെള്ളം കനോലി കനാലിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. മുൻവർഷം 4 മോട്ടോർ രാപ്പകലില്ലാതെ പമ്പ് ചെയ്തിരുന്നിടത്താണ് പേരിനു മാത്രമുള്ള ഇടപെടൽ. കഴിഞ്ഞ ആഴ്ച AKG റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് പ്രദേശവാസികൾ പണം സ്വരൂപിച്ച് കോറി വേസ്റ്റ് അടിച്ച് ഉയർത്തിയിരുന്നു. എന്നാൽ റോഡരികിലെ വീടുകളുടെ സ്ലാബ് മതിൽ വിടവിലൂടെയും പൊട്ടിയ ഭാഗങ്ങളിലൂടെയും വെള്ളം പഴയ പോലെ AKG റോഡിലെത്തി. രായമരക്കാർ വീട്ടിൽ സുഹറയുടെ വീടിന്റെ അടുക്കളയിൽ പോലും വെള്ളക്കെട്ട് ഭീഷണിയാണ്. മലിനജലം കിണറ്റിലെത്തുന്നത് പ്രദേശത്ത് രോഗഭീഷണി ഉയർത്തുമെന്ന ആശങ്കയുമുണ്ട്. പല വീടുകളിലും വയോജനങ്ങളും രോഗികളും താമസിക്കുന്നതിനാൽ ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ വിദ്യാർത്ഥികൾക്ക് സ്കൂളിലോ മദ്രസയിലോ പോകാനും കഴിയാത്ത അവസ്ഥയാണ്. ഒരു ദിവസം കുറച്ചു സമയം മഴ പെയ്താൽ ഇവർക്ക് വീടിനുള്ളിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കില്ല. വാഹനങ്ങളും വീട്ടിലേക്ക് എത്താൻ കഴിയില്ല. MLA ഉൾപ്പെടെയുള്ളവർ പ്രശ്നത്തിൽ ഇടപെട്ടെങ്കിലും ഫലമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പഞ്ചായത്ത് പ്രസിഡന്റുമായി നാട്ടുകാർ NH അധികൃതരെ കണ്ടെങ്കിലും ഇവരും കൈമലർത്തുകയാണ്. ലോക ജനസംഖ്യാ ദിനാചരണത്തിനോടനുബന്ധിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി IMAയും സീനിയർ എഡിറ്റേഴ്സ് ഫോറവും ചേർന്ന് സെമിനാർ നടത്തി. കുന്നംകുളം പിസാറ്റ് കോളേജിൽ നടന്ന ചടങ്ങ് IMA പ്രസിഡന്റ് ഡോക്ടർ താജ്പോൾ പനക്കൽ ഉദ്ഘാടനം ചെയ്തു. സീനിയർ എഡിറ്റേഴ്സ് ഫോറം ചെയർമാൻ C. ഗിരീഷ് കുമാർ അധ്യക്ഷനായി. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പ്രിയ പനക്കൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ C. ബിഞ്ചു ജേക്കബ് എന്നിവർ ക്ലാസ് എടുത്തു. PK സുനിൽ, M. ബിജുപാൽ, ജയപ്രകാശ് ഇലവന്ത്ര, നിഖിൽ P. സുനിൽ എന്നിവർ സംസാരിച്ചു. യുവാവ് കുഴഞ്ഞു വീണു മരിച്ചു. കാട്ടകമ്പാൽ രാമപുരം നമ്പിടിപ്പറമ്പിൽ പരേതനായ ഗോപാലന്റെ മകൻ സതീഷാണ് മരിച്ചത്. 43 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഐനൂർ ക്രിമിറ്റോറിയത്തിൽ നടക്കും. അശ്വിനിയാണ് ഭാര്യ. അനാമിക, അനശ്വര എന്നിവർ മക്കളാണ്. പോർക്കുളം അയ്യമ്പറമ്പ് ബഥേൽകുന്നിലെ 8 വീടുകളുടെ താക്കോൽദാനം മന്ത്രി CP ജോൺ നിർവഹിച്ചു. സമ്മേളനം പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് അധ്യക്ഷത വഹിച്ചു. ഫാദർ ഡേവിസ് ചിറമല്ലിന് അവാർഡ് സമ്മാനിച്ചു. AC മൊയ്തീൻ MLA, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ്, വൈസ് പ്രസിഡന്റ് തുഷാര സുബീഷ്, മറിയം ഉമ്മൻ, ഫാദർ സ്റ്റീഫൻ ജോർജ്, ഫാദർ ഗീവർഗീസ് തോലത്ത്, ഫാദർ വിജു ഏലിയാസ്, PC സൈമൺ, KP പോളി എന്നിവർ സംസാരിച്ചു. സെന്റ് ഗ്രിഗോറിയോസ് കുരിശുപള്ളി കൂദാശയും ഉണ്ടായിരുന്നു. പള്ളി പൊളിച്ചു പണിയല്ല ആവശ്യം, പള്ളി പുതിയ പള്ളി ഉണ്ടാക്കി കൊടുക്കണം. ആ പള്ളി നമ്മുടെ പാവപ്പെട്ട ജനങ്ങളാണ്. ഏത് മനുഷ്യനുമാകട്ടെ, അത് ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യാനിയോ ആരുമാകട്ടെ, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മളെല്ലാവരും ഒരേ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ. ദൈവം പല മനുഷ്യജാതി ഉണ്ടാക്കിയിട്ടില്ല. നമ്മളെ എല്ലാവരെയും ഒരു മനുഷ്യജാതിയെ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും ഏത് മതത്തിലായാലും ഏത് വർണ്ണത്തിലായാലും ലിംഗത്തിലായാലും നമ്മളെല്ലാവരും സഹോദരീ സഹോദരങ്ങളാണ്.
വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU തൃശൂർ ജില്ലാ സമ്മേളനം ജൂലൈ 23-24 തീയതികളിലായി കുന്നംകുളത്ത് വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുന്നംകുളം ടൗൺ ഹാളിൽ സജ്ജമാക്കുന്ന ബാബു M പാലിശ്ശേരി നഗറിൽ വെച്ച് ചേരുന്ന സമ്മേളനത്തിൽ വഴിയോര കച്ചവട തൊഴിൽ മേഖല ഇന്ന് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. 17 ഏരിയ കമ്മിറ്റികളിൽ നിന്നായി 300 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രതിനിധി സമ്മേളനം 23-ന് രാവിലെ 10 മണിക്ക് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് UP ജോസഫ് ഉദ്ഘാടനം ചെയ്യും. 24-ാം തീയതി രാവിലെ 9 മണിക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വഴിയോര കച്ചവട തൊഴിലാളികളുടെ മക്കളെ ആദരിക്കും. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. CITU നേതാക്കളായ PK പുഷ്പാകരൻ, PM സോമൻ, വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സംസ്ഥാന ഭാരവാഹികളായ RV ഇക്ബാൽ, ഡോക്ടർ KS പ്രദീപ് കുമാർ, സുനിൽകുമാർ, L രമേശൻ, ജിനി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഇടതുമുന്നണി സർക്കാരുകൾ കൊണ്ടുവന്ന ചട്ടവും സ്കീമും ക്ഷേമനിധിയും കേരളത്തിലെ 20 ലക്ഷം വരുന്ന വഴിയോര കച്ചവടക്കാർക്ക് ഒരു പുതിയ പ്രതീക്ഷ നൽകിയിരുന്നു. ഒരു ഗവൺമെന്റ് തൊഴിലാളികൾക്ക് അനുകൂലമായി കൊണ്ടുവന്ന നിയമം ഒറ്റയടിക്ക് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് സംസ്ഥാനത്ത് മാറിവന്ന UDF ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ വ്യാപകമായ കുടിയൊഴിപ്പിക്കൽ നടക്കുകയാണ്. അർദ്ധരാത്രി കള്ളന്മാരെ പോലെ വന്നാണ് പല കടകളും എടുത്തു മാറ്റുന്നത്. ഇതിനെ ചെറുത്ത് പരാജയപ്പെടുത്തുന്നതിനുള്ള തീരുമാനങ്ങൾ സമ്മേളനത്തിൽ കൈക്കൊള്ളുമെന്നും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടറി RV ഇക്ബാൽ, സംഘാടക സമിതി ജനറൽ കൺവീനർ PM സുരേഷ്, യൂണിയൻ ഭാരവാഹികളായ ജിനി രാധാകൃഷ്ണൻ, T ശ്രീകുമാർ, T സുധാകരൻ, അജിത്ത് ഗുരുവായൂർ എന്നിവർ അറിയിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലുള്ള 11-12 വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷാ വിജയികളായ വിദ്യാർത്ഥികളെ ആദരിച്ചു. ആദരവ് 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങ് AICC അംഗം അനിൽ അക്കര ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ധനേഷ് ചുള്ളിക്കാട്ടിൽ അധ്യക്ഷനായി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ മുഖ്യാതിഥിയായി. 11-ാം വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് താലിഫ്, 12-ാം വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് PM അരുൺ എന്നിവർ സംസാരിച്ചു. പെരുവന്മല, മഴുവഞ്ചേരി എന്നീ വാർഡുകളിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളും കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ജൈവ കൃഷിരീതിയിൽ അപൂർവ ഫലവൃക്ഷങ്ങൾ വളർത്തി ശ്രദ്ധ നേടിയ എറണാകുളത്ത് താമസിക്കുന്ന പുലിക്കോട്ടിൽ PK ജിജുവിനെ ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള എറണാകുളം സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് കുടുംബ യൂണിറ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷവേദിയിൽ ആദരിച്ചു. അന്താരാഷ്ട്ര പഴദിനത്തോടനുബന്ധിച്ച് അപൂർവ ഫലവൃക്ഷങ്ങളുടെ സമ്പന്നമായ ശേഖരത്തെക്കുറിച്ച് CCTV വാർത്ത നൽകിയിരുന്നു. ജിജുവിന്റെ കൃഷിസേവനങ്ങളും പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളും മുൻനിർത്തിയാണ് എറണാകുളം കുടുംബ യൂണിറ്റ് പുരസ്കാരം നൽകിയത്. എറണാകുളത്തെ 3ഇടങ്ങളിലായി 2 പതിറ്റാണ്ടിലേറെയായി 100 കണക്കിന് അപൂർവ ഫലവൃക്ഷങ്ങളും വിവിധയിനം പച്ചക്കറികളും ജൈവരീതിയിൽ പരിപാലിച്ചാണ് ജിജു കൃഷി ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയത്. കുടുംബ യൂണിറ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി എറണാകുളത്ത് നടന്ന ചടങ്ങിൽ MLA TJ വിനോദ് PK ജിജുവിനെ കർഷക പുരസ്കാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ തൃശൂർ ഭദ്രാസനാധിപൻ മോർ ക്ലിമീസ് കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത അഭിനന്ദിച്ച് സംസാരിച്ചു. വികാരി ഫാദർ അബ്രഹാം യാക്കോബ് മണ്ണിൽ, മുൻ കൊച്ചി DCP ഷാജു K വർഗീസ്, കോർപ്പറേഷൻ കൗൺസിലർ ആൽബർട്ട് അമ്പലത്തിങ്കൽ, ഫാദർ ഡിൽജോ ഏലിയാസ്, യൂണിറ്റ് സെക്രട്ടറി PK ഷാമു, ട്രഷറർ AI ഡേവിഡ്, യൂത്ത് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജീസ് ജോസ് എന്നിവർ സംസാരിച്ചു. അപൂർവ ഫലവൃക്ഷങ്ങളെ സംരക്ഷിക്കുകയും ജൈവകൃഷിയുടെ സന്ദേശം സമൂഹത്തിലേക്ക് പകരുകയും ചെയ്യുന്ന PK ജിജുവിനുള്ള ആദരവ് കൃഷിയോടുള്ള പ്രതിബദ്ധതയ്ക്കുള്ള അംഗീകാരമായി മാറി. പ്രകൃതിയെ തൊട്ടറിയുക എന്ന സന്ദേശമുയർത്തി ഇടം സാംസ്കാരിക വേദി മഴയാത്ര സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി, വട്ടായി വെള്ളച്ചാട്ടം, ചെപ്പാറ എന്നിവിടങ്ങളിലാണ് ഇടം അംഗങ്ങൾ സന്ദർശനം നടത്തിയത്. പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തുക എന്നതാണ് യാത്രയുടെ ലക്ഷ്യം. കുട്ടികൾ ഉൾപ്പെടെ 82 പേർ പങ്കെടുത്തു. കഴിഞ്ഞ വർഷങ്ങളിലും മഴയാത്ര സംഘടിപ്പിച്ചിരുന്നു. സംഘാടക കമ്മിറ്റി ചെയർമാൻ PT സുശാന്ത്, കൺവീനർ ഷീജ റിന്നി, ഇടം പ്രസിഡന്റ് KR രാധിക, സെക്രട്ടറി അക്ബർ അലി, KA ഫരീദ് അലി, ഉഷാദേവി തുടങ്ങിയവർ നേതൃത്വം നൽകി. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച വിദ്യാഭ്യാസ പുരസ്കാരദാനം സംഘടിപ്പിക്കുന്നു. കാലത്ത് 10:30 ചിറക്കൽ അറഫ പാലസിൽ നടക്കുന്ന ചടങ്ങ് സംസ്ഥാന യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജെനീഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ അറിയിച്ചു. SSLC+2 ഡിഗ്രി, LSS, USS, NMMS പരീക്ഷകളിൽ വിജയം കൈവരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയുമാണ് ആദരിക്കുന്നത്. പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളും കലാകായിക സാംസ്കാരിക സദസ്സുകളിലെ പ്രതിഭകളും ഉടൻ തന്നെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അപേക്ഷ നൽകണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു.
കുന്നംകുളം മൃഗാശുപത്രിയിൽ രാത്രികാല സേവനം ലഭ്യമാക്കണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ കുന്നംകുളം മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ ആവശ്യപ്പെട്ടു. LDF സർക്കാർ നടപ്പിലാക്കിയിരുന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ രാത്രികാല സേവനം നിലവിൽ ലഭ്യമല്ലാത്തത് ക്ഷീരകർഷകരെ പ്രതികൂലമായി ബാധിക്കുന്നതായി കൺവെൻഷൻ വിലയിരുത്തി. അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ സെക്രട്ടറി KK രാജേന്ദ്രബാബു യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രേംരാജ് ചൂണ്ടലാത്ത് അധ്യക്ഷത വഹിച്ചു. KT ഷാജൻ, PK രവീന്ദ്രൻ, TP ജോസഫ്, ജോണി ആളൂർ എന്നിവർ സംസാരിച്ചു. PK രവീന്ദ്രനെ പ്രസിഡന്റായും പ്രേംരാജ് ചൂണ്ടലാത്തിനെ സെക്രട്ടറിയായും യോഗം തെരഞ്ഞെടുത്തു. ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം ജൂലൈ 26 ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പെരുമ്പിലാവ് KR ഇൻ ഹോട്ടലിൽ വാർഷിക പൊതുയോഗം, ചാരിറ്റി ഫണ്ട് വിതരണം, ജൂബിലിയേറിയന്മാരെ ആദരിക്കൽ, വിദ്യാഭ്യാസ അവാർഡ് വിതരണം, പെർഫോമൻസ് അവാർഡ് ദാനം തുടങ്ങിയ പരിപാടികളോടെയാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. രാവിലെ 10-ന് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം സംസ്ഥാന കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ മണി ലെൻഡിംഗ് ബിസിനസ് രംഗത്തെ സമകാലീന വിഷയങ്ങളെക്കുറിച്ചുള്ള വിശദമായ ക്ലാസുകൾ നടക്കും. ചിരകാല സ്വപ്ന സാക്ഷാത്കാരമായി തൃശൂരിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റീജിയണൽ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും അന്നേ ദിവസം നടക്കും. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് അയ്യന്തോൾ കളക്ടറേറ്റിന്റെ 2ാം ഗേറ്റിന് എതിർവശത്തുള്ള സ്വീകരണ പോയിന്റിൽ നിന്നും വിശിഷ്ടാതിഥികളെ ആനയിച്ച ശേഷം സംസ്ഥാന പ്രസിഡന്റ് PA ജോസ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികളായ CP ജോസ്, CK ഷോബി, എഡ്വി ജോസ്, NA രാജൻ, PS രാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവയുടെ 5ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ നടത്തിയ ഓർമ്മക്കുറിപ്പ് മത്സരം എന്റെ ബാവ തിരുമേനി മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനം ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ നിർവഹിച്ചു. കുന്നംകുളം ആർത്താറ്റ് കുന്നംകുളം ഭദ്രാസന ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ്, ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ്, കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് PC സൈമൺ, സെക്രട്ടറി ജിനീഷ് വർഗീസ് എന്നിവർ പങ്കെടുത്തു. മത്സരത്തിൽ ബിൻസി ജേക്കബ് കൂമ്പുഴ പത്തനംതിട്ട 1ാം സ്ഥാനവും, S മോഹൻദാസ് വാവന്നൂർ 2ാം സ്ഥാനവും, എബി മാത്യു കൊഴുവല്ലൂർ ചെങ്ങന്നൂർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇവർക്ക് ക്യാഷ് അവാർഡ് സമ്മാനിച്ചു. CPM-ന്റെ സ്ഥാപക നേതാവും മുൻ മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന VS അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷികാചരണം വിവിധ ഇടങ്ങളിലായി നടന്നു. വിശദാംശങ്ങളിലേക്ക്. CPIM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറ്റാട്ടുകര കിഴക്കേത്തറയിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം CPIM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം ആഷിഖ് വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി BR സന്തോഷ് അധ്യക്ഷനായി. KK മനോജ് മാസ്റ്റർ, AC രമേശ് എന്നിവർ സംസാരിച്ചു. CPIM കേച്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേച്ചേരി സെന്ററിൽ പ്രകടനവും അനുസ്മരണ പൊതുയോഗവും സംഘടിപ്പിച്ചു. CPIM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം PB അനൂപ് അധ്യക്ഷനായി. CPIM കേച്ചേരി ലോക്കൽ സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം KI സൈഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PT ജോസ്, VK ഹരിദാസ്, ആൻസി വില്യംസ്, PS സന്ദീപ്, സച്ചിൻ പ്രകാശ് എന്നിവർ നേതൃത്വം നൽകി. CPM എരുമപ്പെട്ടി മുരിങ്ങത്തേരി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന VS ദിനാചരണത്തിൽ ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് പതാക ഉയർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി. MC വേലായുധൻ അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ OS മനോഷ്, സ്വപ്ന പ്രദീപ്, NP അജയൻ, KM സെയ്ദ് മുഹമ്മദ്, TK അരുൺ, രാമൻ, വേലായുധൻ, ജോസ്, താരുവൻ ശങ്കർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VS അച്യുതാനന്ദൻ അനുസ്മരണം നടത്തി. അനുസ്മരണത്തിന്റെ ഭാഗമായി കുന്നംകുളം നഗരത്തിൽ നടന്ന പതാക ഉയർത്തലും സമ്മേളനവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. CPIM ഏരിയ കമ്മിറ്റി ഓഫീസായ TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു പതാക ഉയർത്തി. ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PM സുരേഷ്, MB പ്രവീൺ, PG ജയപ്രകാശ്, CG രഘുനാഥ്, KK സതീശൻ, ലോക്കൽ സെക്രട്ടറിമാരായ GK ജിന്നി, CK ലിജീഷ്, PB ഭവീഷ് എന്നിവർ സംസാരിച്ചു. KSKTU കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VS അച്യുതാനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു. KSKTU ജില്ലാ സെക്രട്ടറി TK വാസു ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് MS വിനോദ് അധ്യക്ഷനായി. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MB പ്രവീൺ, CPIM ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, DYFI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KA സൈഫുദ്ദീൻ, CPIM ഏരിയ കമ്മിറ്റി അംഗം KB ഷിബു, യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ഓമന ബാബു എന്നിവർ സംസാരിച്ചു.
പുത്തൻകടപ്പുറം GF UP സ്കൂളിൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചാന്ദ്ര ദിനാഘോഷം നടന്നു. ചാന്ദ്ര പര്യവേഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ബഹിരാകാശ ശാസ്ത്രത്തെക്കുറിച്ചും വിദ്യാർത്ഥികളിൽ അവബോധം വളർത്തുന്നതിനായി റോക്കറ്റ് നിർമ്മാണം, പോസ്റ്റർ നിർമ്മാണം, ചാന്ദ്രദിന ക്വിസ്, ചാന്ദ്രയാത്രകളുടെ അധിക വിവരങ്ങൾ ശേഖരിക്കൽ, വാന നിരീക്ഷണം, തലേന്ന് രാത്രി കണ്ട ആകാശം ചിത്രങ്ങളാൽ വരയ്ക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടന്നു. HM ഇൻചാർജ് SK പ്രിയ, സ്റ്റാഫ് സെക്രട്ടറി MK സലീം എന്നിവർ സംസാരിച്ചു. സയൻസ് ക്ലബ് കോർഡിനേറ്റർ MR ഐശ്വര്യ, AS സന്ധ്യ, KM മഞ്ജു തുടങ്ങിയവർ നേതൃത്വം നൽകി. കർക്കിടക മാസത്തെ ആരോഗ്യ സംരക്ഷണത്തിനായി അരുവായ് ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പത്തിലക്കറിയും കഞ്ഞിയും കനകപ്പൊടിയും വിതരണം ചെയ്തു. നാമജപസമിതിയുടെ നേതൃത്വത്തിലാണ് പത്തിലക്കറിയും കനകപ്പൊടിയും തയ്യാറാക്കിയത്. താള്, തകര, തഴുതാമ, ചേമ്പ്, ചേന, മത്തൻ, കുമ്പളം, ചീര, പയർ, കൊഴുത്തുവ എന്നിവയുടെ ഇലകളാണ് പത്തിലക്കറിക്കായി ഉപയോഗിക്കുന്നത്. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ദഹനത്തിനുമാണ് കർക്കിടക മാസത്തിൽ പത്തിലക്കറി കഴിക്കുന്നത്. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ കർക്കിടകം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ രാമായണ പാരായണം, കൂട്ടുഗണപതി ഹോമം, ഭഗവത് സേവ, സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്കു ശേഷം ഔഷധക്കഞ്ഞി വിതരണം എന്നിവയും നടന്നുവരുന്നുണ്ടെന്ന് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് KG ഗിരീഷ്, സെക്രട്ടറി രാധാകൃഷ്ണൻ, ഗജാഞ്ചി K കേശവൻ, ക്ഷേത്ര മേൽശാന്തി ശിവപ്രസാദ് നമ്പൂതിരി എന്നിവർ അറിയിച്ചു. തൃശൂർ അതിരൂപത ദൈവാലയ ശുശ്രൂഷികളുടെ വാർഷിക ധ്യാനത്തിന് തുടക്കമായി. കുറുമാൽ ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിൽ ആരംഭിച്ച ധ്യാനം വ്യാഴാഴ്ച സമാപിക്കും. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ധ്യാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ അതിരൂപത ദൈവാലയ ശുശ്രൂഷികളുടെയും KLM സംഘടനയുടെയും ഡയറക്ടർ ഫാദർ പോൾ മാളിയമാവ് അധ്യക്ഷത വഹിച്ചു. സംഘടനാ പ്രസിഡന്റ് ജിൽസൺ പേരകം, തോമസ് NL പറപ്പൂർ, ജോയ് പാത്രമംഗലം, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഫാദർ പ്രിൻസ് അഗസ്റ്റിൻ CSSR ധ്യാനം നയിച്ചു. തൊഴിയൂർ CMUP സ്കൂളിൽ ചാന്ദ്രദിനം വിപുലമായ പരിപാടിയോടെ ആചരിച്ചു. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ദിനാചരണമായ ജൂലൈ 21-ന് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചാന്ദ്രദിന പതിപ്പ്, ചാന്ദ്രദിന പാട്ട്, ഡാൻസ്, ചന്ദ്രഗ്രഹണ ദൃശ്യാവിഷ്കാരം, ഗ്രഹങ്ങളെ പരിചയപ്പെടുത്തൽ, റോക്കറ്റ് നിർമ്മാണവും വിക്ഷേപണവും, സ്പേസ് പ്രിൻസസ് എന്നീ പരിപാടികൾ നടത്തി. പ്രധാന അധ്യാപിക വിജി വില്യംസ് ചന്ദ്രനെക്കുറിച്ച് ചെറുവിവരണം നൽകി. ചാന്ദ്രദിന പരിപാടികൾക്ക് അധ്യാപകരായ റീന, ജുഷ, പ്രീതി തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിലെ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിന്റെ കൂദാശകർമ്മം ആശുപത്രി വൈസ് പ്രസിഡന്റും കുന്നംകുളം ഭദ്രാസനാധിപനുമായ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. വന്ധ്യവൈദികർ സഹകാർമ്മികരായി. തുടർന്ന് കൂദാശ ചെയ്ത ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും യൂലിയോസ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. ചടങ്ങിൽ ആശുപത്രി സെക്രട്ടറി KP സാക്സൺ, ട്രഷറർ മോൺസി P അബ്രഹാം, കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ എന്നിവർ സംസാരിച്ചു. ഫാദർ ഐസക് കോർ എപ്പിസ്കോപ്പ, ഫാദർ ഗീവർഗീസ് തോലത്ത്, ആശുപത്രി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആൻഡ് ഗവേണിംഗ് ബോർഡ് അംഗങ്ങൾ, ഡോക്ടർമാർ, ജീവനക്കാർ, നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പാൾ രമാദേവി PR, നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പാൾ സിന്ധൂറാണി, നഴ്സിംഗ് കോളേജ് ആൻഡ് സ്കൂൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,220 രൂപ, പവന് 1,05,760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 235 രൂപ. ചരമം. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ മുൻ ലൈബ്രറിയൻ വേലൂർ ഒലക്കെങ്കിൽ പറഞ്ചുകുട്ടി മകൻ കുര്യാക്കു നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം വേലൂർ പള്ളി സെമിത്തേരിയിൽ നടത്തി. വടക്കേക്കാട് മണികണ്ഠേശ്വരം അറക്കൽ LC തോമസ് നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം തൃശൂർ പറവട്ടാണി സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടത്തി. അഞ്ഞൂർ നീർത്താട്ടിൽ അയ്യപ്പൻ മകൻ വേണുഗോപാൽ നിര്യാതനായി. 61 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. ഗിരിജ ഭാര്യയും അജിത്ത്, അശ്വതി എന്നിവർ മക്കളുമാണ്. എരുമപ്പെട്ടി തിപ്പല്ലൂർ കോനങ്ങത്ത് വീട്ടിൽ സരോജിനി അമ്മ നിര്യാതയായി. 81 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. വേണു, മണികണ്ഠൻ, ലത, മുരളി എന്നിവർ മക്കളാണ്.
അഞ്ഞൂർകുന്ന് പൂങ്ങാട്ട് അച്യുതൻ മകൻ വിശ്വനാഥൻ നിര്യാതനായി 65 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9 മണിക്ക് കോട്ടപ്പടി ക്രിമിറ്റോറിയത്തിൽ നടക്കും. ഷീലയാണ് ഭാര്യ. അമൃത, അശ്വിൻ എന്നിവർ മക്കളാണ്. ഗുരുവായൂർ പുത്തമ്പള്ളി ഗ്രാമീൺ റോഡിൽ കൂർക്കപ്പറമ്പിൽ രാജൻ നിര്യാതനായി 68 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9-ന് കോട്ടപ്പടി വാതക ശ്മശാനത്തിൽ. മീന ഭാര്യയും രഞ്ജിമ മകളുമാണ്. ചാവക്കാട് എടക്കഴിയൂർ തെക്കേ മദ്രസയ്ക്ക് സമീപം താമസിക്കുന്ന പരേതനായ PC അബൂബക്കർ മകൻ PC ഷംസുദ്ദീൻ നിര്യാതനായി 68 വയസ്സായിരുന്നു. ഖബറടക്കം നടത്തി. ഷാഹിറ ഭാര്യയും ഷംസീർ, ഷാക്കിർ എന്നിവർ മക്കളുമാണ്. ഇരിങ്ങപ്പുറം മണിഗ്രാമം സെന്ററിന് സമീപം താമസിക്കുന്ന ചാണശ്ശേരി ശിവരാമൻ മകൻ മനോജ് നിര്യാതനായി 49 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11 മണിക്ക് കോട്ടപ്പടി വാതക ക്രിമിറ്റോറിയത്തിൽ നടക്കും. രാജി ഭാര്യയാണ്. കർഷക സംഘം ചാവക്കാട് ഏരിയ വൈസ് പ്രസിഡന്റാണ്. അഖിൽ, നിഖിൽ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടക്കേക്കാട് പോലീസ് കസ്റ്റഡിയിൽ നിന്നും വധശ്രമ കേസ് പ്രതി ഓടി രക്ഷപ്പെട്ടു. പുന്നീർകുളം സ്വദേശി ഷിഫാനാണ് കൈവിലങ്ങുമായി രക്ഷപ്പെട്ടത്. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അടിയന്തരമായി അറിയിക്കണമെന്ന് നിർദ്ദേശം. നിരവധി സ്ത്രീകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് വിൽപ്പന നടത്തിയ കേസ് പ്രതി അനന്തുവിന് ജാമ്യമില്ല. 70-ലേറെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ചിത്രങ്ങൾ സമ്മതമില്ലാതെ ശേഖരിച്ച് മോർഫ് ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്തെന്ന കേസിലാണ് റിമാൻഡിൽ കഴിയുന്ന പ്രതി അനന്തുവിന്റെ ജാമ്യാപേക്ഷ കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയത്. കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ അസ്തമിച്ചിട്ട് 1 വർഷം. CPIM സ്ഥാപക നേതാക്കളിൽ ഒരാളും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദൻ ഓർമ്മയായിട്ട് 1 വർഷം. ജനകീയ സമരങ്ങളുടെ മുന്നണി പോരാളിയായിരുന്ന VSന്റെ അസാന്നിധ്യം അടയാളപ്പെടുത്തിയ 1 വർഷം കഴിഞ്ഞു പോകുമ്പോൾ വിപുലമായ അനുസ്മരണ പരിപാടികളുമായി ഇടതുപക്ഷം. നിരക്ക് പരിഷ്കരണം, ബൈക്ക് ടാക്സി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്ത് ഇന്നു മുതൽ ഓൺലൈൻ ടാക്സി, കാർ ഡ്രൈവർമാർ അനിശ്ചിതകാല സമരം തുടങ്ങി. പണിമുടക്കിന്റെ ഭാഗമായി ഊബർ, ഓല, റാപ്പിഡോ, കേരള സവാരി കമ്പനികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ടാക്സികൾ ഓഫ്ലൈൻ ആകുമെന്ന് പ്രഖ്യാപനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.